ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡറാണ് വണ്ടി. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ് ഇത്രയും വർക്കിനാണ് വന്നേനെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട് കേട്ടോ. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ അടക്കണേ, വലിയ പഴക്കമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയതായിട്ടാണ് കാണുന്നത്. ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്, ചെറിയൊരു ലൂസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെയറിങ്, വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. ഹബിനകത്ത് ലൈനർ ഉരഞ്ഞിട്ടുള്ള പൊടി കുറച്ചൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ ലൂസ് ഉണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാം. ചെയിൻ നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും ലൂസായിട്ട് ഓടാതിരിക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ലൂസായിട്ട് കിടന്ന് അടിക്കുമ്പോൾ ചെയിൻ ഓവർലാപ്പിംഗ് വരാൻ സാധ്യത കൂടുതലാണ്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെയിൻ ലൂസായിട്ട് ടൈറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയിൻ കംപ്ലയിൻ്റ് ആയിരിക്കും കേട്ടോ, പെട്ടെന്ന് ഡാമേജ് വന്നു പോകും. അപ്പോൾ ഏതായാലും നമുക്കൊരു 1000 കിലോമീറ്റർ ഓടുമ്പോൾ എന്തെങ്കിലും വണ്ടി ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ എവിടെയെങ്കിലും കയറ്റിയിട്ട് നമുക്ക് ചെയിൻ കറക്റ്റ് ടൈറ്റ് ചെയ്യുക. ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു മാസമല്ല 1000 കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയിൻ ലൂസായിട്ടുണ്ടോ, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. അപ്പോൾ മാക്സിമം നമുക്കത് ഉപയോഗിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓവർലാപ്പിംഗ് ഒന്ന് കംപ്ലയിൻ്റ് ആവും. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലും അഴിച്ച് മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യണ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലത്തെ വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക്, ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം നമ്മൾ ബാക്ക് ഇട്ടതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് വിടും കേട്ടോ. ബ്രേക്ക് ക്യാമൊക്കെ, ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം പുതിയ ടയർ അടക്കണേ. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത് കേട്ടോ. 2024 മോഡലാണ് ബാറ്ററി. അപ്പോൾ വാറണ്ടി പീരീഡിലുള്ളതാണ്. ഞാനപ്പോൾ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 13.12 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോഴും 8.46 നല്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആകാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഈ സൈഡ് ഒരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് കാണുന്നത് കുറച്ച് തുരുമ്പ് പോലെ വന്നേക്കണത്. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും. ഇപ്പം നിലവിൽ കുഴപ്പമില്ല, അത് ഓടിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ ഇത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 7 മണിയൊക്കെ ആവട്ടെ തീരുമ്പോഴത്തേക്കും, കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തീർന്നു വരുമ്പോഴത്തേക്കും ഞാനപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.